How? Pudiya shoe smell. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്പെഷ്യലി ഫുഡ് വെയർ ഹോൾ, അതും ഹീലുള്ളതും ഫ്ലാറ്റും ഓഫീസ് വെയർ പാർട്ടി വെയർ അങ്ങനെ ഏതൊക്കെ പർപ്പസിന് വേണം അങ്ങനെ ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ ഈ മൊത്തം ഫുഡ് വെയർ കളക്ഷൻസ് പിക്ക് ചെയ്തിരിക്കുന്നത്. യെസ്, അതും ഒക്കെ 550 ആ ഒരു റേഞ്ചിലാണ്. ഒരെണ്ണം മാത്രം 799 കേട്ടോ. അത് സെയിൽ ഇല്ലാത്ത സമയത്ത്, പക്ഷേ സെയിൽ നടക്കുന്ന സമയത്താണെങ്കിലോ ഇതിനൊക്കെ നല്ല റേറ്റ് കുറവ്. അപ്പൊ സെയിൽ നടക്കുന്നത് സെപ്റ്റംബർ 23 സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 27th വരയ്ക്ക് ആ ഒരു സെയിലുള്ള ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിൽ. അത് ഫുട്വെയറിന് മാത്രമല്ല, നമുക്ക് ഫാഷൻ കാറ്റഗറി ആയാലും ഏത് കാറ്റഗറിയിലായാലും അപ് ടു 80% വരെ നമുക്ക് ഓഫർ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏതൊക്കെ കാറ്റഗറി എപ്പോഴാണെന്നുള്ളത് നമുക്ക് സെപ്റ്റംബർ 23 അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഓരോ ഫുട്വെയർ വെച്ചിട്ട് കുറേ മേടിച്ചു കൂട്ടിയില്ലേ. അതും സിംഗിൾ ബ്രാൻഡിന്റെ ഒരു 4 പിന്നെ 2 ബ്രാൻഡിന്റെ വേറെ, അങ്ങനെ ഒരു 6 പീസ് നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടെ നിന്ന് തുടങ്ങാം. കുറേ ഉണ്ട് കേട്ടോ, കണ്ടു. നല്ല രസമുണ്ടല്ലേ. ഇതൊന്നല്ല, കുറേ കാണിക്കാനുണ്ട്. പക്ഷെ ഇപ്പൊ തൽക്കാലം ഇത് നമുക്ക് കാണിച്ചിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വേറെ ഹോളായിട്ട് വരാം. അപ്പൊ നമുക്ക് ഫുട്വെയറിന്റെ ഇപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ പാക്കിംഗ് എന്താ പറയാ പൊട്ടിച്ച് നോക്കി ഇട്ട് നോക്കി, എന്നാലും പാക്കിംഗ് നിങ്ങൾക്ക് കാണിക്കേണ്ടത് എങ്ങനെയാ വരേണ്ടതെന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് ഫസ്റ്റ് വൺ കാണുന്നേക്കാളും മുന്നേ ഞാൻ ആരാന്ന് അറിയണ്ടേ. അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽമി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതൊക്കെ പിക്ക് ചെയ്തിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. അതും സിംഗിൾ ബ്രാൻഡിന്റെ ആണെന്ന് പറഞ്ഞു. 4 പീസ്. അതിലത്തെ ഫസ്റ്റ് ആ ഒരു ബ്രാൻഡ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, JM Looks എന്ന ബ്രാൻഡിന്റെ ഫുട്വെയർ കളക്ഷൻസിൽ എല്ലാ തരം റേഞ്ച് ഉണ്ട്. അതും എന്താ പറയാ നല്ലത് നമുക്ക് റേറ്റ് കുറവിന് കിട്ടാന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇതിന്റെ പാക്കിംഗ് കണ്ടല്ലോ. ഇനി ഇതിന്റെ ഉള്ളിലത്തെ നല്ല ഭംഗിന്റെ കാണാനായിട്ട്. ഇത് ഇങ്ങനെ കണ്ടറിയില്ല, തുറന്ന് കാണിച്ചാലേ അറിയുള്ളൂ. ഓരോന്നും നല്ല പാക്കിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. എന്താ പറയാ പ്ലാസ്റ്റിക് കവറും അത് ഓരോന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിച്ചു തരുന്നു കേട്ടോ. നമുക്ക് നോർമലി അങ്ങനെ വെറുതെ ഇന്ത്യയൊക്കെ കാണിച്ചാൽ അങ്ങനെ വലിച്ചു വരിയിട്ടല്ല. അപ്പോൾ പാക്കിംഗ് ആയാലും നല്ല അടിപൊളിയാണ്. പാക്കിംഗ് ഒക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ പ്രൊഡക്റ്റ് ആദ്യം നമുക്ക് കാണാം. പ്രൊഡക്റ്റ് വരുന്നത് ഇത് ബ്ലോക്ക് ഹീല. നമ്മൾ എല്ലാത്തരം ഹീല് പിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് വേണ്ടാത്തവർക്ക് വേറെ നമുക്ക് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇത് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു സാൻഡിലാണ് വരുന്നത്. കണ്ടോ, നോർമൽ ആയിട്ടുള്ള ഒരു സാൻഡിൽ. അതും നല്ലൊരു ഒരു മറൂൺ ഷെയ്ഡാണെന്ന് ചോദിച്ചാൽ മറൂണാണോ എന്താ പറയാ വൈൻ ഷെയ്ഡാണോ, പക്ഷെ എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഷെയ്ഡ്. ഈ ഷെയ്ഡിൽ തന്നെ ഈ ഷെയ്ഡിലല്ല, ഇതിൽ തന്നെ 3 ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. ഇതടക്കം 3 ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാ നോർമൽ കാഷ്വൽ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇതിന്റെ ഈ സാൻഡിലാണ്. ഇതിന്റെ ബ്ലോക്ക് ഹീലാണ് ഇത് വരുന്നത് കേട്ടോ. നോർമൽ നമുക്ക് കാഷ്വൽ ഇപ്പൊക്കെ ഇതൊക്കെ എന്താ പറയാ പാർട്ടി വെയർ ഇതിന് നല്ല നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹീല് പോലെ ആയി. ഇത് ബ്ലോക്ക് ഹീലാണ്. ഇനി ഇതിന്റെ ഫ്രണ്ട് ലുക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് ഫ്രണ്ട് ലുക്ക് വരുന്നത്. സൈഡ് ലുക്ക്. പിന്നെ ഇത് കാണുമ്പോൾ ആദ്യം വിചാരിച്ചു ഞാൻ ഇത് ഇത്ര ചെറുതാന്നല്ലോ, പക്ഷെ ഇട്ട് വന്നപ്പോ ഭയങ്കര പെർഫെക്റ്റ് കേട്ടോ. ഇനി ഇതിന്റെ ലുക്ക് വൈസ് നമുക്ക് ഇത് സാൻഡൽ ആണല്ലോ ഈ കാണുന്നത്. ഇതിന്റെ ഈ ഒരു ഷേപ്പ് അതുപോലെ തന്നെ ഇത് ബക്കൽ ടൈപ്പ് അല്ല, ഇവിടെ ഇലാസ്റ്റിക് ആണ് ഇത് വരുന്നത്. അതുപോലെ നമുക്ക് അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ടൈറ്റിൽ ഇങ്ങനെ കിടന്നോളും. ഇതാണ് ഇതിന്റെ ഓവറോൾ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്യൂട്ട് ആൻഡ് ആയിട്ടുള്ള ഒരു സാൻഡിലാണ്. സ്ട്രോങ് വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രോങ്, പിന്നെ കംഫർട്ടബിൾ കൂടിയാണ്. എല്ലാവരും എന്താ പറയുക ഇങ്ങനത്തെ ഒരു ബ്ലോക്ക് ഹിൽ ടൈപ്പ് വെയർ ചെയ്യുകയാണെങ്കിൽ കംഫർട്ടബിൾ ആ ഒരു രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. അതായത് ഇതിന്റെ ഈ ഒരു പോർഷനിലും കണ്ടോ നല്ലൊരു കനത്തിൽ വന്നത് കൊണ്ട് നമുക്ക് ആ ഹീൽ അത്രയ്ക്ക് അങ്ങോട്ട് വലിയ എന്താ പറയുക ഹീലായിട്ട് ഫീൽ ചെയ്യില്ല. എന്തായാലും അടിപൊളിയാണ്. ലുക്ക് വൈസ് ആയാലും റേറ്റ് വൈസ് ആയാലും, റേറ്റ് ഇപ്പൊ സെയിൽ ഇല്ലാത്ത സമയത്ത് ആയതുകൊണ്ട് തന്നെ ഒരു 550 ആ ഒരു റേഞ്ചിലാണ് ഞാൻ മേടിച്ചത്. പക്ഷെ സെയിൽ ഉള്ള സമയത്ത് മേടിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ നല്ല റേറ്റ് കുറവിന് നമുക്ക് കിട്ടും. അപ്പൊ സെയിലുള്ള സമയം നോക്കിയിട്ട് പിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇതിൽ ഷെയ്ഡ് വരുന്നത് പറഞ്ഞാൽ ബ്ലാക്ക് വരുന്നുണ്ട്, പിന്നെ ഒരു പീച്ച് കളറും കൂടി വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത് അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന സൈസ് 40.
40. നോർമൽ നമ്മളിപ്പോൾ ഇന്ത്യൻ സൈസ് 6-7 എന്നൊക്കെ പറയില്ലേ, അപ്പൊ ഞാൻ പ്രിഫർ ചെയ്യുന്നത് 7 എന്ന് പറയുമ്പോൾ UK സൈസ് 40 കേട്ടോ. അപ്പൊ അതിൽ ഒന്നുമില്ലെങ്കിൽ സൈസ് ചാർട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഇത് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് JMന്റെ ഒരു ബ്ലോക്ക് ഹീൽ ടൈപ്പല്ല, ബ്ലോക്ക് ഹീൽ തന്നെ. ഇനി അടുത്തത് നമുക്കൊരു പാർട്ടി കളക്ഷൻ. ഇത് ഞാൻ പിന്നീടത്തേക്ക് വെച്ചേക്കാണ്. ഇനി ഇതും JM ലുക്സ് എന്നുള്ള ബ്രാൻഡിൽ നിന്ന് തന്നെയാണ്. ഇത് ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ. കിറ്റൻ ഹീലാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ നോർമലി നമുക്ക് എന്താ പറയാ, ബ്ലോക്ക് ഹീൽ യൂസ് ചെയ്യാത്തൊരു, ഫ്ലാറ്റ് വേണ്ടാത്തവർക്ക് എന്നാൽ ചെറുതായിട്ടൊരു ഹീൽ വേണം, അതിനുള്ള ഹീലാണ് ഇത്, കിറ്റൻ ഹീൽ. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. നമ്മള് എന്താ പറയാ ഇത് എന്താ പറയാ, ഹീല് യൂസ് ചെയ്യാത്തവർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹീലാണ്, നോർമലായിട്ട് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇനി ഇതിന്റെ ലുക്കാണ് നമുക്ക് കാണേണ്ടത്. ഇതാ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം, ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം, എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പമ്പ് ടൈപ്പാണ്, ചെറിയൊരു കിറ്റൻ ഹീൽ. പിന്നെ ഇവിടെ ബാക്ക് നമ്മുടെ ഈ ഒരു പോർഷൻ എലാസ്റ്റിക് ആണ് ഇത് വരുന്നത് കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല എലാസ്റ്റിക് അല്ല കേട്ടോ, പക്ഷെ ഞാൻ ഇട്ടപ്പോൾ എനിക്ക് ആ ഒരു എലാസ്റ്റിക് ഫീൽ ചെയ്തു. അതായത് ഇത് നല്ല ടൈറ്റിൽ കിടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ നല്ലൊരു ഇങ്ങനെ കോർണർ ടൈപ്പ് ഇങ്ങനെ പോയിന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ചിലവർക്ക് ഇത് ഈ ഒരു പോർഷൻ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യില്ല. അങ്ങനെയുള്ളവർ ഇത് മേടിക്കണ്ടെന്നാ ഞാൻ പറയുള്ളൂ. കാരണം കുറച്ച് നേരത്തേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ. കാരണം എന്ന് വെച്ചാൽ ചിലർക്ക് ഇപ്പൊ നമ്മുടെ പാദം ഇങ്ങനെ വിടർന്ന് എടുക്കാനല്ലേ, ഇത് ഉള്ളിലേക്ക് വരുമ്പോൾ ഇത് ഭയങ്കര ഇങ്ങനെ ഇറുകി പിടിച്ചോളം ഇരിക്കും. അപ്പൊ കുറച്ചു നേരം നമ്മളിത് നടന്നു വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഒക്കെ ഭയങ്കര പെയിൻ ഫീൽ ചെയ്യും, നമ്മുടെ ആ വിരലിന്റെ പോർഷനൊക്കെ. അപ്പൊ അത് ഇല്ലാണ്ട് ചിലവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ ആണെങ്കിൽ ഇത് അടിപൊളി ഒരു സംഭവമാണ്, റേറ്റും കുറവാണ്. അങ്ങനെ ചിലവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മേടിക്കേണ്ട, എന്നാൽ ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ അടിപൊളി ഒരു സംഭവമാണ് ഈ ഒരു കിറ്റൻ ഹീൽ ചെരുപ്പ്. കണ്ടോ എന്താ ഭംഗിയില്ലേ? പക്ഷെ ഈ കാണുന്നതിന്റെ ഒന്നുകൂടി ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കണം കേട്ടോ. ഇതൊന്നും അങ്ങനെ സ്റ്റോൺ അല്ല, എന്നാൽ അങ്ങനെ ഇളകി പോവില്ല. ആ ഇതിനോട് കൂടിയിട്ട് വരുന്നതായതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഇളകി പോവില്ല കേട്ടോ. എത്ര രക്ഷാലോ എന്നാൽ ഒരു ചെറിയ തിളക്കം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ചെറിയ തിളക്കം ഉണ്ട് താനും. ഇതില് 3 ഷെയ്ഡ് അങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക്, ബ്ലൂ, പിന്നെ ഒരു ഷെയ്ഡും കൂടി ഇല്ല. എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലിങ്കിൽ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിന്റെ A to Z എന്ന് വെച്ചാൽ ഇപ്പൊ കറന്റ് എത്ര പ്രൈസ് നടക്കുന്നത്, അത്ര ഏത് കളറാണ് ഇപ്പൊ സ്റ്റോക്ക് അവൈലബിൾ ഉള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആമസോൺ സൈറ്റിൽ ഡയറക്റ്റ് പോയി അങ്ങനെ കാണാൻ പറ്റും. അപ്പൊ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്. മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗിൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഏതിൽ ക്ലിക്ക് ചെയ്താലും ഡയറക്റ്റ് പോണത് ആമസോൺ സൈറ്റിലേക്കാണ്. അപ്പൊ ബ്ലോക്ക് ഹിൽ കണ്ടു, കിറ്റൻ ഹീൽ കണ്ടു, അത് വീണു. കിറ്റൻ ഹീൽ കണ്ടു. ഇനി നമുക്ക് വേറെ ഒരു ഹീലും കൂടി കണ്ടു നോക്കിയാലോ. അതും സെയിം ബ്രാൻഡിന്റെ തന്നെ. ഇത് ഹീലല്ല കേട്ടോ, ആക്ച്വലി ഇത് JM ലുക്സ് എന്ന ബ്രാൻഡിൽ നിന്നും തന്നെയാണ് വരുന്നത്. ഇതും ഒരു പാർട്ടി വെയർ, കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെലി ഫാറ്റ് എന്ന് പറയുമ്പോൾ വയറിന്റെ വലിയല്ല ഫാറ്റ് കേട്ടോ, ഫാറ്റ് അല്ല ഫ്ലാറ്റ്. ഫ്ലാറ്റ് ആയിട്ട് ഉള്ള ഒരു ചെരുപ്പ് കേട്ടോ. ഇത് ബെല്ലി ചെരുപ്പ്, അത് മതി. ഫ്ലാറ്റും ഫാറ്റും എന്നൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധാരണ വരണ്ട. ഓക്കെ, ഇതിന്റെ ലുക്ക് വൈസ് നോക്ക്, എന്താ തിളക്കം അല്ലേ. ഇത് ആക്ച്വലി ഞാൻ ആദ്യം വിചാരിച്ചത് ഈ കാണുന്നത് മൊത്തം ഈ ഹോളാണെന്നുള്ളത്, പക്ഷെ ഹോളല്ല കേട്ടോ. ഇത് ഒരു നെറ്റിന്റെ തുണിയില് കേട്ടോ, നെറ്റിന്റെ തുണിയിൽ ഫുൾ ഇങ്ങനെ ഒരു സ്റ്റോണിന്റെ വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്താ ഭംഗിയില്ലേ. ഇത് കോപ്പർ ഷെയ്ഡ് ആട്ടോ ഇത് വരുന്നത്. ഓവറോൾ ഉണ്ട് ഫുൾ ഫ്ലാറ്റ്. ഇത് ഓവറോൾ ഉണ്ട്, ഫ്രണ്ട് ബാക്ക് സൈഡ് എല്ലായിടത്തും ഈ ഒരു നെറ്റിൽ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും 2 കൂടി കാണിക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഗ്രിപ്പ് ഉള്ളതാണ്. ഇപ്പൊ ഫ്ലാറ്റ് ആണ്, കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് വരെ. അപ്പൊ കുറച്ചുകൂടി സ്പീഡ് കൂടും നടത്തത്തിന്. അപ്പൊ ആ നടത്തത്തിന് സ്പീഡ് കൂടുമ്പോ ഗ്രിപ്പ് വേണ്ടേ, അപ്പൊ അതിനുള്ള ഗ്രിപ്പാണ് ഈ കാണുന്നത്. കണ്ടോ, ഇത് നല്ല ടൈപ്പ് ആയിട്ടുള്ള ഒരു, ഇത് എന്താ പറയാ ഇതിന്, എന്തായാലും ഇത് ക്വാളിറ്റി നല്ലതാണ് കേട്ടോ. നല്ല ഗ്രിപ്പും ഉണ്ട്,
നല്ല ടൈപ്പ് ഉള്ളതാ. പിന്നെ ഉള്ളിലത്തെ എന്ന് വെച്ചാൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ചുകൂടി എന്താ പറയുക കുഷൻ ടൈപ്പ് കുറച്ചുകൂടി കംഫർട്ടബിൾ ഫീലിംഗ് ആണ് വരുന്നത്. ഇതൊക്കെ തിളക്കം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും കാല് വെക്കുമ്പോൾ. ഒന്നുമില്ല കേട്ടോ, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാർട്ടി വെയർ കളക്ഷൻ. ആ പാർട്ടി വെയർ എന്തിനു വേണമെങ്കിലും വെയർ ചെയ്യാൻ. എന്തായാലും ഇതൊരു ഫ്ലാറ്റ് ബെല്ലി ഫ്ലാറ്റ് ചെരുപ്പ് കേട്ടോ. ഇതിനും റേറ്റ് ഒരു 550 ആ ഒരു റേഞ്ച്. ഒരു മിക്കതും ആ ഒരു റേഞ്ചിലാണ് കേട്ടോ നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ JM ലുക്സ് കളക്ഷനിൽ നിന്നാണ്. അപ്പൊ JM ലുക്സിന്റെ ഒരെണ്ണം കൂടി ഉണ്ട് കാണിക്കാനായിട്ട്. യെസ്, ഇത് ഓഫീസുകാർക്ക് പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ. എന്താ പറയാ ഫോർമലായിട്ട് യൂസ് ചെയ്യണവർക്ക്, അങ്ങനെ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ ഉണ്ടാവും. അവർ ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ അവർക്ക് എന്താ പറയുക എപ്പോഴും ഈ ഷൂ ഒക്കെ ഇട്ട് നടക്കാൻ പറ്റില്ല. ഷൂ മീൻസ് എപ്പോഴും ഇങ്ങനെ ടൈ ചെയ്ത് അങ്ങനെ ഇട്ട് നടക്കാൻ പറ്റില്ല. അപ്പൊ അതിന് ഒരു അടിപൊളി എല്ലാം അടിപൊളിയാണ്. എനിക്ക് ഈ പ്രാവശ്യത്തെ എല്ലാതും ഭയങ്കര ഇഷ്ടമായി. എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാലോ. നല്ല ഭംഗിയുള്ള ഷൂ ആണ് ഇത് വരുന്നത്. ബ്ലോക്ക് ഹീലാണ് ഇത് വരുന്നത്. പിന്നെ ഈ സൈഡ് ലെതർ സിന്തറ്റിക് ലെതർ കേട്ടോ. പിന്നെ ഈ ഒരു സൈഡ് വെൽവെറ്റ് ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ബേജ് ഷെയ്ഡില് ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. ബാക്കിൽ ഗ്രിപ്പ് ഉണ്ട് ചെറുതായിട്ട്. പിന്നെ ചെറുതായിട്ടുള്ളൂ കേട്ടോ, അത്ര വലിയ ഗ്രിപ്പൊന്നും പറയാനില്ല. ചെറിയൊരു ഗ്രിപ്പ് മാത്രമേ ഉള്ളൂ. ഇന്നൊക്കെ ചെറിയ ഗ്രിപ്പൊക്കെ മതി. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഫാഷനായിട്ട് പതുക്കെ ഞാൻ നടക്കുള്ളൂ, അല്ലാണ്ട് വല്ലാണ്ട് സ്പീഡിൽ ഓടിച്ചാടി നടക്കുന്നില്ലല്ലോ. അപ്പൊ അതിനുള്ള ഒരു ഗ്രിപ്പ് ഉണ്ട്. പിന്നെ ഈ ഒരു പോർഷനിൽ നല്ല ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹീല് ബ്ലോക്ക് ഹില്ലിന്റെ അടി പോർഷൻ, ആ ഒരു സൈഡ് എങ്ങനെ കണ്ടോ, കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നുവെച്ചാൽ ഹീല് കഴിഞ്ഞിട്ട് നമുക്കൊരു വേറൊരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് വേറൊരു ഇതും കൂടി വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റും. അതുപോലെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ്നെസ്സും കൂടിയാണ്. ഇനി ഇതില് ഷെയ്ഡ് എന്ന് പറയാനായിട്ട് ബ്ലൂ, ബ്ലാക്ക് ആൻഡ് ബേജ് കളർ. ഇതിനാണ് ഈ ഹോളിലത്തെ ആറ്റം റേറ്റ് കൂടിയ ചെരുപ്പ്. ഒരു 799 സംതിങ് ആ ഒരു റേഞ്ച് അങ്ങനെ വരാം. പക്ഷെ സെയിൽ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ കുറയുന്നു. ആ സമയത്ത് നമുക്ക് എന്തായാലും നോക്കാം. സെപ്റ്റംബർ 23rd ഇനി 23rd വരെ വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. പ്രൈം മെമ്പർഷിപ്പ് ഉള്ളവർക്കാണെങ്കിൽ 1 day ബിഫോർ സെയിൽ സ്റ്റാർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ സെപ്റ്റംബർ 22 പ്രൈം ഡേ മെമ്പർഷിപ്പുകാർക്ക് സെയിൽ സ്റ്റാർട്ട് ചെയ്യും. സെപ്റ്റംബർ 23rd ആണെങ്കിൽ നോർമൽ ആൾക്കാർക്ക്. അപ്പൊ പ്രൈം മെമ്പർഷിപ്പ് എടുത്തു വെച്ചോട്ടോ. എന്ന് വെച്ചാൽ ഇത് ഒരു ബിഗ് സെയിലാണ്. ആ സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക്, എല്ലാവരും ഇത് നോക്കിയിരിക്കില്ല പണിയെന്ന് വെച്ചാൽ സെയിൽ എപ്പോഴാണ് നമുക്ക് മേടിക്കാൻ പറ്റുക. അപ്പൊ ആ സമയത്തൊക്കെ ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പ്രൈം മെമ്പർഷിപ്പ് എടുത്തവർക്കാണെങ്കിലോ 1 day ബിഫോർ ആ സ്റ്റോക്കുള്ള സമയത്ത് തന്നെ നമുക്ക് ആ ഒരു റേറ്റ് കുറവിന് മേടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് പ്രൈം മെമ്പർഷിപ്പ് എടുത്തോളാൻ പറയണത്. നല്ല ബെനിഫിറ്റ് ആണ്. പിന്നെ എന്താ പറയാ, പ്രൈം മെമ്പർഷിപ്പ് ഉള്ളവർക്ക് ഇങ്ങനെ ഒരു ഗുണം തന്നെയല്ല. ഇപ്പൊ ഡെലിവറി സമയത്തായാലും ഫാസ്റ്റ് ഡെലിവറി ആണ്. 1 to 2 days ഉള്ളിൽ നമുക്ക് ഡെലിവറി ചെയ്ത് കിട്ടാറുണ്ട്. അത് പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ എനിക്ക് 1 to 2 days ഉള്ളിൽ എല്ലാ ഐറ്റംസും എനിക്ക് എത്താറുണ്ട് ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഫോർമൽ നമ്മൾ ഡ്രസ്സ് വെയർ ചെയ്യുമ്പോൾ അതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷൂ. അപ്പോൾ ബ്ലോക്കിൽ തന്നെയാണ് ഇതിന്റെ ഈ ലുക്ക് ഞാൻ കാണിക്കാം കേട്ടോ. യെസ്, അപ്പൊ ഇതിൽ 3 ഷെയ്ഡ് ഉണ്ട്. ഇനി അടുത്തത് വരുന്നത് ആക്ച്വലി ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഞാൻ ഇത് ഈ ഹോളിൽ കാണിക്കണം എന്ന് വിചാരിച്ചതല്ല. പക്ഷെ എന്തായാലും ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്, കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഞാൻ എപ്പോഴും ചെരുപ്പ് മേടിച്ച് കഴിഞ്ഞാന്ന് വെച്ചാൽ നമ്മുടെ ഫുട് വെയർസിന്റെ കളക്ഷൻസ് എനിക്ക് ഇങ്ങനെ ഒരു റാക്ക് നിറച്ചിട്ടുണ്ട്. അതിൽ എപ്പോഴും ഞാൻ ഇങ്ങനെ വെറുതെ ഇടില്ല, ഇതുപോലെ ബോക്സിലാക്കി വെക്കുക. അപ്പൊ ഇത് ഇപ്പൊ മേടിച്ചതല്ല, ഒരു 7 മാസത്തോളം ആയിട്ടുണ്ടാവും കേട്ടോ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ. അന്ന് അത് ഇങ്ങനെ ഒരു എന്താ പറയുക പാക്കാക്കി സൂക്ഷിച്ച് വെക്കുന്നത് കൊണ്ട് ഇപ്പോഴും ആ ഒരു പുതുമയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് സൈംപോൾ പ്രീമിയം ബ്രാൻഡിൽ നിന്നാണ് കേട്ടോ. പാക്ക് കണ്ടറിയാം നിങ്ങൾക്ക്, അത് ഒരു പഴയ ഇതിൽ വന്നിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിന്റെ പാക്കൊക്കെ ഞാൻ കവറൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ മാത്രം വെച്ചിട്ടുള്ളൂ. ഇത് എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ഞാൻ യൂസ് ചെയ്തതിൻ്റെ തെളിവ് ഇതാ കണ്ടോ. ഇനി ഈ ഹീല് മണ്ണ് ഇത് ഒരു പമ്പ് ഹീലാണ്. എന്നാൽ പമ്പ് ഹീലാണോ ചോദിച്ചാൽ ഈ സൈഡാണ് പമ്പ്, ഈ സൈഡ് വരുമ്പോൾ നമുക്ക് ബക്കൽ ടൈപ്പ് ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഹീലിന് കുറച്ച് പ്രത്യേകത ഉണ്ട് കേട്ടോ. കണ്ടോ, ഈ ഹീലിന് ഇത്ര വീതി കുറഞ്ഞിട്ടും പിന്നെ
ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ഇത് അത്യാവശ്യം ഒരു 2.5 ഇഞ്ച് ഉണ്ടാവും ഈ ഒരു ഹീൽ കേട്ടോ. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മള് ഇടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഈ ഒരു ഫുട്വെയറിന് കിട്ടുന്നുണ്ട്. സാമ്പിൾ പ്രീമിയം എന്നുള്ള സാമ്പിൾ പ്രീമിയം എന്നുള്ള ബ്രാൻഡിൽ നിന്നാണ് അവരുടെ ഫുട്വെയർ. എനിക്ക് തോന്നുന്നത് ഫുട്വെയർ തന്നെയല്ല, അവരുടെ ഡ്രസ്സസിനായാലും ഇത്തിരി എക്സ്പെൻസീവ് സൈഡാണ്, പക്ഷെ അതിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി ഈ ഒരു ചെരുപ്പിലും കാണാനുണ്ട് കേട്ടോ. നല്ല സ്ട്രോങ്, നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൽ കളർ ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ ഇത് കുറച്ച് നാൾ മുന്നേ മേടിച്ചതാണ്, ഇപ്പം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ എന്താ പറയുക, നമ്മൾ നമ്മുടെ ഫുട്വെയർ കളക്ഷനിൽ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ കളക്ഷനിൽ എപ്പോഴും വെക്കിൻ്റെ ഒരു കളറാണ് ബേജ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഈ 3 ഷെയ്ഡ് എപ്പോഴും നമ്മുടെ എന്താ പറയുക ഡ്രസ്സിൻ്റെ ആണെങ്കിൽ വാൾഡ്രോപ്പിലും മസ്റ്റാണ്, ഷൂവിൻ്റെ റാക്കിലാണെങ്കിലും ഈ 3 കളർ മസ്റ്റ് ആയിട്ടുള്ള സാധനം. അപ്പം ഏത് ഡ്രസ്സിനും ഇത് മാച്ചായി പോകുന്ന ഒരു സംഭവമാണ് കേട്ടോ. എന്തായാലും ഇതാണ് ഇതിൻ്റെ ലുക്ക് കേട്ടോ. ഇത് സിന്തറ്റിക് ആ ഒരു മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. എന്തായാലും നല്ല സ്ട്രോങ് ഉള്ള സംഭവമാണ് കേട്ടോ. ഓ, ബ്രാൻഡിന്റെ പേരൊക്കെ ഉണ്ടോ? നമ്മുടെ എന്താ പറയുക വലിയ വലിയ ബ്രാൻഡിന്റെ പേര് പറയുന്ന പോലെ തന്നെ ഇപ്പൊ ബാറ്റ എന്നൊക്കെ പറയുമ്പോൾ പണ്ടത്തെ പേര് കേട്ട ബ്രാൻഡ്സ് ആണല്ലോ, അതേപോലത്തെ ഒരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ അത്. എന്തായാലും ഇതും അടിപൊളിയാണ്. ഇനി സത്യം പറയുകയാണെങ്കിൽ ഇത് ഫേവറേറ്റ് ആണോ ചോദിച്ചാൽ ഇത് ഫേവറേറ്റ് ആണ്, ഇത് ഫേവറേറ്റ് ആണോ ചോദിച്ചാൽ ഇത് ഫേവറേറ്റ് ആണ്. ഇത് ഇപ്പൊ സാമ്പിൾ പ്രീമിയം എന്നുള്ള ബ്രാൻഡ് ഞാൻ കാണിച്ചത് അത് കുറച്ച് എന്താ പറയുക പ്രീമിയം കാറ്റഗറിയിൽ പെടുത്താം. കുറച്ചുകൂടി റേഞ്ച് കൂടിയ ടൈപ്പ് ആയിട്ടുള്ള ഫുട്വെയർസ് ആണ് അതിൽ കൂടുതൽ കിട്ടുന്നത്. ഇനി കുറച്ചുകൂടി സ്റ്റൈലിഷ് എന്ന എല്ലാം തരം ഫുട്വെയർസ് കിട്ടും. അന്ന് നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ നമ്മൾ തപ്പാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആമസോണിൽ അപ്പ സെർച്ച് ചെയ്തോ ഷൂട്ടോപ്പിയ. യെസ്, ഷൂട്ടോപ്പിയ ഈ ഒരു ബ്രാൻഡ് ഭയങ്കര അഫോർഡബിൾ ആണ്. ഫുട്വെയർ കളക്ഷൻസിൽ ഭയങ്കര അഫോർഡബിൾ റേഞ്ചിൽ നല്ല സ്ട്രോങ്ങോട് കൂടിയിട്ട് നല്ല നല്ല സ്റ്റൈലിഷ് ഫുട്വെയർസ് കിട്ടാറുണ്ട്. ഞാൻ ഇതിന് മുന്നേ കുറേ ഫുട്വെയർ കളക്ഷൻസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ കൂടുതൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, കൂടുതൽ ഞാൻ ഷൂട്ടോപ്പിയ ബ്രാൻഡിന്റെ മാത്രമാണ് കൂടുതൽ കാണിക്കാറുള്ളത്. അപ്പൊ ഈ ഹോളിൽ എങ്ങനെയും ഞാനത് മിസ് ചെയ്യാം. അപ്പൊ അതും മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഈ കാണിച്ചതൊക്കെ എന്ന് പറയുമ്പോൾ സാൻഡൽസ്, ബെലി, കിറ്റനീല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, ഇനി അതൊന്നല്ല, നമുക്ക് ജീൻസ് ഒക്കെ ഇടുന്നവർക്ക് സ്നീക്കർ എന്തായാലും മസ്റ്റായിട്ട് അവര് താല്പര്യപ്പെടുന്നവരുണ്ടാവും. ക്രോക്സ് ആണ് ഇപ്പൊ നോർമലായിട്ട് ഇടാറ്. അല്ല, അതല്ല, നമുക്ക് ഇങ്ങനത്തെ ഒരു സ്നീക്കറിലേക്ക് പോവാണെങ്കിൽ, അതും അഫോർഡബിളിലേക്ക് പോവാണെങ്കിൽ 500 രൂപ താഴെയുള്ളൂ കേട്ടോ. അത് അത്രയ്ക്ക് റേറ്റ് കുറവ് എന്ന് വെച്ചാൽ ഏറ്റവും റേറ്റ് കുറവുള്ള സ്നീക്കർ. ഇത് വൈറ്റ്, ഞാൻ പറഞ്ഞല്ലോ വൈറ്റ്, ബേജ് ആൻഡ് ബ്ലാക്ക്, ഇത് 3 മസ്റ്റാണ് കളർ. അപ്പൊ വൈറ്റ് എനിക്കെന്നല്ല, നമ്മളെല്ലാവർക്കും വൈറ്റ് ഡ്രസ്സിലായാലും ഷൂസിലായാലും നമ്മൾ വിടാറില്ല. അപ്പൊ ആ ഒരു വൈറ്റില് നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ടെന്നേ ദാ ഷൂട്ടോപ്പിയ ബ്രാൻഡിൽ നിന്നുള്ള സ്നീക്കർ. എന്താ ഫിനിഷിങ് അല്ലേ? ഇത് ഒരു നടുക്കിൽ കാണുന്നത് ഒരു ചെറിയൊരു ഗ്രീനിഷ് ഉണ്ട്. ചെറിയ ഗ്രീനിഷ് എന്ന് പറയുമ്പോൾ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് ഇത് വരുന്നത്. എന്നാൽ ഗ്രീൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗ്രീൻ ഉണ്ട്, ഇല്ലാന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരു രീതിയിൽ മൊത്തത്തിലൊരു നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് സ്നീക്കർ. ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. യെസ്, ഇതാണ് ഇതിന്റെ ലുക്ക്. ഞാനിത് ഇട്ട് നോക്കി, പക്ഷെ ഇട്ട് നോക്കിയിട്ട് അത് അങ്ങനെ തന്നെ തിരിച്ചു വെക്കുക ചെയ്ത്. ആ ഒരു പുതിയ ഷൂവിന്റെ ഒരു സ്മെല്ല് ആർക്കൊക്കെ ഇതിന്റെ ഒക്കെ ഹരമുണ്ടോ എന്ന് കോമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. എന്താ സ്മെല്ലല്ലേ. ഇതാണ് ഇതിന്റെ ബാക്ക് ലുക്ക് വരുന്നത്, ഓവറോൾ ലുക്ക്. യെസ്, 40 ആണ് കേട്ടോ. ഇപ്പൊ ഈ മേടിച്ചത് എല്ലാതും 40 സൈസ് ആണ്, നോ ഡൗട്ട്. നമുക്ക് ഈ ഒരു എല്ലാം ബ്രാൻഡിന്റെ നമ്മുടെ നോർമൽ ഏതൊക്കെയാ സൈസ്, ഇതിന്റെ ബാക്കിൽ സൈസ് ചെയ്തിട്ടുണ്ടല്ലോ. നോർമൽ ഏതൊക്കെ സൈസ് നമ്മൾ മേടിക്കാറ് ആ സൈസ് തന്നെയാണ് കേട്ടോ. അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഒരു സൈസ് മാറ്റം വന്നിട്ടില്ല. എല്ലാതും 40 സൈസാണ് മേടിച്ചിരിക്കുന്നത്. ഇതിൽ 2 ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഒരെണ്ണം ഈ ഒരു വൈറ്റ്, പിന്നെ ഒരു ബ്ലാക്കും കൂടി ഉണ്ട്. 2 ഷെയ്ഡ് അവൈലബിൾ ആണ്. ഇപ്പൊ സെയിൽ ഇല്ലാത്ത സമയത്ത് മേടിച്ചത് കാരണമാണ് 500 ബിലോ ആ ഒരു റേഞ്ചിൽ എനിക്ക് കിട്ടിയത്. ഇനി സെയിലുള്ള സമയത്താണെങ്കിൽ അതിനേക്കാളും
റേറ്റ് കുറയും. അപ്പൊ ഈ സെയിൽ ഇനി മിസ് ചെയ്യണ്ട. 23rd സ്റ്റാർട്ട് ചെയ്ത്, അതും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്രയോ ബ്രാൻഡ്സ്, വലിയ വലിയ ബ്രാൻഡ്സ് അവൈലബിൾ ആണെന്ന് അറിയാം. ആമസോണിൽ 1500+ ബ്രാൻഡ്സ് തന്നെ അവൈലബിൾ ആണ്. അതും ഫാഷൻ കാറ്റഗറിയിൽ തന്നെയല്ല, ഏതൊരു കാറ്റഗറിയിലായാലും സെയിൽ നടക്കുന്നുണ്ട്. മിസ് ചെയ്യണ്ട. 80%, അപ് ടു 80% ഈ ഒരു സെയിൽ ഞാനിനി മിസ് ചെയ്യാൻ പോകില്ല. ഞാൻ വെയിറ്റിംഗ് ആണ് 22-ന് വേണ്ടി. കാരണം ഞാൻ പ്രൈം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ പ്രൈം മെമ്പർഷിപ്പ് എടുക്കാത്തവരാണെങ്കിൽ വേഗം തന്നെ എടുത്തോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.